കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ കാറിൽ യുവാക്കളുടെ അപകടയാത്ര. കാറിന്റെ ഡോറിലിരുന്ന് യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തി. പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള വാഹനത്തിലാണ് അപകടയാത്ര. ആദ്യമ ദൃശ്യങ്ങൾ കാണാം. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, ഇതിന് സമാനമായ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളിലായി നമ്മൾ കാണുന്നതാണ്. അതിൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുന്ന നടപടിയുമൊക്കെ നമുക്കറിയാം. എന്നിട്ടും ഇത്തരത്തിലുള്ള കാഴ്ചകൾ വീണ്ടും ഉണ്ടാകുന്നു. എന്താണ് ഈ സംഭവം? ഇതിൽ പോലീസിൻ്റെയോ മോട്ടോർ വാഹന വകുപ്പിൻ്റെയോ ഒക്കെ ഇടപെടലുണ്ടായിട്ടുണ്ടോ രാഹുൽ വിജയൻ? റിജിത്ത്, നിലവിൽ ഈ വാഹനത്തിനെതിരെയോ അല്ലെങ്കിൽ വാഹനത്തിലുണ്ടായിരുന്നവർക്കെതിരെയോ നടപടി എടുത്തതായിട്ടുള്ള വിവരങ്ങളില്ല. ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് CCTV ദൃശ്യങ്ങളിലെ സമയം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയിൽ അമലഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരമൊരു യാത്ര നടന്നിരിക്കുന്നത്. അവിടെയുള്ള ഒരു ഹോട്ടലിന്റെ CCTV ദൃശ്യങ്ങളിലാണ് ഈ കാറിലെ അപകടയാത്ര പതിയുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള കാറാണ്. സമീപകാലത്ത് സമാനമായ രീതിയിൽ നിരവധി സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ പോലീസിന്റെ അടക്കം ശക്തമായ പരിശോധന ഉണ്ടായിരുന്നു. അതിൽ കേരളത്തിലുള്ള ആളുകൾ ഒരു പരിധിവരെ മര്യാദ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാവധാനം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വാഹനം ഓടിക്കാം എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയെങ്കിൽ പോലും കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന ആളുകൾ അത് അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു അവസ്ഥ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ ഈ ദൃശ്യങ്ങൾ പെടുത്തുകയാണ്. നടപടി ഉണ്ടാകേണ്ടതാണ്. കേരള അതിർത്തി കടന്നു പോകാൻ സാധ്യതയുണ്ട് ഈ വാഹനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കട്ടപ്പനയിൽ നിന്ന്.